ഞാനിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ദനാങ് എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ്. സെൻട്രൽ വിയറ്റ്നാമാണ്. ദനാങ്ങിലെ ഏറ്റവും ഫേമസ് ആയ നൈറ്റ് മാർക്കറ്റാണ് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ബ്രാൻഡുകളുടെയും ഫസ്റ്റ് കോപ്പി സാധനങ്ങൾ, അതായത് ബാഗ്, ചപ്പല്, ഡ്രസ്സ്, എല്ലാത്തിനും ഫസ്റ്റ് കോപ്പി സാധനങ്ങൾ വളരെ ചീപ്പായ റേറ്റിൽ ഇവിടെ കിട്ടും. ഓക്കെ, സി ലൂയി വിട്ടൻ്റെ ഗുച്ചി, ഇതൊക്കെ കണ്ട ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. ഹായ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൺസെപ്റ്റാണ് നൈറ്റ് മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ്. കാരണം രാവിലെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നത് ഇതുണ്ട്, ക്രിസ്ത്യൻ ഡിയോറിൻ്റെ ഷോള് നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ, രാത്രിയൊക്കെ പകലൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഷോപ്പിങ്ങിന് ടൈം, നമ്മുടെ നാട്ടിലിപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഷോപ്പിങ്ങിന് പോകാൻ ടൈമില്ല. നമ്മളൊരു സാറ്റർഡേ ആവണം, അല്ലെങ്കിൽ സൺഡേ ആവണം. സാറ്റർഡേ ഇല്ല, സൺഡേ ആവണം. സൺഡേ മിക്ക ഷോപ്പും തുറക്കില്ല. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ലീവൊക്കെ എടുത്ത് പോകേണ്ടി വരും. ഇത് പക്ഷേ അങ്ങനെയല്ല. ഈ നൈറ്റ് മാർക്കറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രാത്രി പകൽ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോകാം. അതൊന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാവിലത്തെ വൈകിട്ട് ജോലി, നമുക്കൊരു എക്സ്ട്രാ ഇൻകം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോപ്പ് ഇതിനകത്ത് നൈറ്റ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇതിനകത്തിരിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ജോലിയുടെ പാർട്ട് ടൈം ജോബ് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാർട്ട് ടൈം ബിസിനസ് നോക്കുന്നവർക്കെല്ലാം ഇവിടെ ഷോപ്പ് എടുത്ത് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ. പകൽ വേറെ ജോലിക്കുകയും രാത്രി നൈറ്റ് മാർക്കറ്റിൽ ഷോപ്പ് ഇരിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർക്ക് എക്സ്ട്രാ ഇൻകം കിട്ടാനായിട്ടും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് നൈറ്റ് മാർക്കറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് വരും എന്നറിയില്ല. നൈറ്റ് മാർക്കറ്റ് ലോകത്ത് പല രാജ്യങ്ങളും പല സ്ഥലത്തും ഉണ്ട്. ലാക്കോസ്റ്റയുടെ കലക്ക സാധനം ഒന്നും പറയാനില്ല. ഇത് ഹൗ മച്ച് ദിസ് വൺ? 2.5 ലക്ഷം ബാത്ത്, അതായത് $10. ലാസ്റ്റ് പ്രൈസ്? ലാസ്റ്റ് പ്രൈസ് 1.5. 1.5. 1.5 ലക്ഷം ചോദിച്ചു നോക്കി, കിട്ടിയില്ല. നോക്കാം, നമുക്കൊരു അതൊരു 2 ലാഖിന് കിട്ടും. 2 ലാഖ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് വിയറ്റ്നാം കറൻസിയുടെ വാല്യൂ വരുന്നത് ശരിക്കും ഇന്ത്യക്കാർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പെട്ടെന്ന് ഒന്നാമത്തെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് വിയറ്റ്നാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട്. ആദ്യം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് നിർത്തി. വിയാജെറ്റ് ഉണ്ടായിരുന്നു, വിയാജെറ്റ് ഇപ്പോൾ നിർത്തി. കഴിഞ്ഞ വർഷം വിയാജെറ്റ് നിർത്തി. അത് ഈ വർഷം മിഡോടുകൂടി വിയാജെറ്റ് നിർത്തി, ഏപ്രിലോട് വിയാജെറ്റ് നിർത്തി. പിന്നെ നമുക്ക് എയർ ഏഷ്യ, സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യ എയർലൈൻസ്, അങ്ങനെ ഒരുപാട് എയർലൈൻസുകളുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കറൻസിയാണ്. $1 എന്ന് വെച്ചാൽ, അതായത് 100 രൂപ ഇന്ത്യൻ മണി എടുത്താൽ, അതായത് ഏകദേശം ഒരു 25,000-26,000 ഡോങ് വരും. ഈ 2.5 ലക്ഷം ഡോങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രോക്സിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അടുത്തൊരു കറൻസി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ 5 ലക്ഷത്തിൻ്റെ കറൻസിയാണ്. 5 ലാഖ്. ഹായ്. അമ്മരങ്ങനെ ഇപ്പം വന്നാണ് അവിടെ നിന്ന്. മെയിനായിട്ട് ഇവിടെ ബാഗാണ് ഫസ്റ്റ് കോപ്പി വരുന്നത്. നല്ലതാണ്. എൽവിയുടെ, പ്രാഡ. ഇന്ത്യക്കാരും ഒരുപാട് ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു തവണ മലയാളികളുടെ സൗണ്ട് ഞങ്ങൾ എൻ്റെ ഒപ്പം വന്ന ആൾക്കാരാണ് കേട്ടോ. ഞാനൊരു നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സായിട്ടാണ് വന്നത്. ഞങ്ങളൊരു 10 പേര് ദനാങ് കാണാനായിട്ട് വരെ ചെയ്തു. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ക്രോക്സിൻ്റെ ബാഗ്. ക്രോക്സിൻ്റെ ബാഗ് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഉണ്ടാവട്ടെ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് കോപ്പിയാണോ? സോറി. അതുകൂടാതെ ടയർഡാവുന്നവർക്ക് മസാജ് ഉണ്ട് അവിടെ. ഇത് വിയറ്റ്നാമിലെ ഏറ്റവും ഫേമസ് ആയൊരു ബ്രിഡ്ജ് ഉണ്ട്. ദനാങ്ങിൽ ഏറ്റവും ഫേമസ് ആയ ബ്രിഡ്ജ് ഉണ്ട്, ഡ്രാഗൺ ബ്രിഡ്ജ്. ആ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ നൈറ്റ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്.
അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിയൊരു ഏരിയ ആണ്. വലിയതെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതാണ് വിയറ്റ്നാം പോലീസ് കേട്ടോ. സുവനീർ ഐറ്റംസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതിങ്ങനെ കിടക്കണാണ്. നല്ല രസമുള്ള ബാഗ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ക്യാപ്പുകൾ, എക്സ്ക്യൂസ് മീ, ബാംഗിൾസ്. ഇനി നമ്മൾ ഷോപ്പ് ചെയ്ത് ടയർഡായ ഓപ്പൺ മസാജർ ഉണ്ട് ഇവിടെ. ഹായ്, നമ്മളിപ്പോൾ ഷോപ്പിംഗ് ചെയ്ത് ടയർഡായി വന്ന ഓപ്പൺ മസാജും ഉണ്ട്. ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റിൽ തന്നെയുള്ള ഫുഡ് സ്ട്രീറ്റ് ആണ്. This is pork. Yeah, this is pork belly and this is chicken. ഇത് പോർക്ക് ബെല്ലിയാണ്. Yeah, pork belly is so crispy. You can order and sit down. Come back, we have a lot of people. Over there I have a lobster. Yeah. Lobster, very good. Hello sir, you want lobster? ഇത് നൈറ്റ് മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണത്. ഇവിടെ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡും ഉണ്ട്. Hello, do you want pancake, fried rice, spring roll? കം ബാക്ക്. പോർക്ക് ബെല്ലിയാണ്. Yeah, welcome back. Hi. വിയറ്റ്നാമി സുന്ദരികൾ. മെയിനായിട്ട് ഇതിപ്പോൾ ഒരു റിവറിൻ്റെ തീരത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും സീ ഫുഡ് ഐറ്റംസ് ആണ്. ഇത് ലിക്കറാണോ കണ്ടോ? വോഡ്ക. നോ, ഐ വിൽ കം ബാക്ക്. Well, let's move. Go. 182. കാണുന്ന ഡ്രാഗൺ ബ്രിഡ്ജ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. അവിടെ ഒരു വെടിക്കെട്ടുണ്ട്, അത് കാണാനാണ് പോകണം.